Hello guys, say hi Panu. Panu, say hi to everyone. Hello guys, welcome back to our channel. So ഇന്ന് ഞങ്ങൾ ഒരു ഷോർട്ട് വീക്കെൻഡ് ട്രിപ്പിന് വേണ്ടി തൃശ്ശൂർ വരെ പോവാണ് ടു മീറ്റ് മൈ കസിൻസ് ആൻഡ് ഹിസ് കസിൻസ്. സോ ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആയിരിക്കും അവരൊക്കെ ആയിട്ട്. സോ ഇവന് എനിക്കല്ല, ഇവൻ്റെ കസിൻസ് മീറ്റ് ചെയ്യുന്നത്, പ്രോപ്പർ ഇൻട്രാക്ഷൻ ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ പ്രിറ്റി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. പിന്നെ ഞങ്ങൾ 6 o'clock in the morning സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ വി എൻഡഡ് അപ്പ് ലീവിങ് ഹോം അറ്റ് 7:10. ജേർണി തുടങ്ങിയ ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ ഈവനായിട്ട് പോകുന്നതിനും ഒരു കൊച്ചു ബാണ്ടക്കെട്ടുണ്ട്, പക്ഷെ നോർമലിനേലും വളരെ കുറവാണ്. എല്ലാ സാധനങ്ങളും ഒരു പെട്ടിനുള്ളിൽ ഞാൻ ഒതുക്കി, പക്ഷേ ഫുഡും ആ കാര്യങ്ങൾ ഒരു ബാഗും കൂടെ ഉണ്ട്. ഇപ്പം ഇവൻ നോർമലായിട്ട് എല്ലാ ഫുഡും കഴിക്കാൻ തുടങ്ങിയ കാരണം ബിക്കോസ് ഞാൻ എല്ലാം കൊടുക്കും, അതുകൊണ്ട് നമുക്ക് അത്ര വലിയ ഇഷ്യൂ അല്ല. അപ്പം ഇവന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് സെർലാക്ക് എടുത്ത്, പിന്നെ ഏത്തയ്ക്ക പുഴുങ്ങിയെടുത്ത്, പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത്രേ ഉള്ളൂ. ഇപ്പം ഇവനെ എനിക്ക് ആ സീറ്റിൽ ഇരുത്തണം, ആശാൻ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ത് മൂഡിലാണെന്ന്. പക്ഷെ ഐ പ്രിഫർ ഹിം സിറ്റിംഗ് ഇൻ ഹിസ് കാർ സീറ്റ് ഓൾവേസ്. പക്ഷെ ഇപ്പം ഫുൾ ആക്റ്റീവായി എനിക്കിരിക്കുന്ന കാരണം ഡൗട്ട്ഫുൾ ആണ് അതിലോട്ട് കയറുമെന്ന്. സോ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എവിടെയെങ്കിലും നിർത്തുമ്പോൾ ആശാന് ഞങ്ങൾ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും കൊടുക്കണം. ദോശ ഫേവറേറ്റ് ആണ്. ഇഡ്ഡലിയും കഴിക്കും, കുഴപ്പമൊന്നുമില്ല. വിത്ത് സാമ്പാറാണ് കഴിക്കുന്നത്. സ്റ്റാൻഡ് ഇച്ചിരി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇനി കസിൻസ് എല്ലാവരുടെയും കാണുമ്പോഴും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ വെച്ച് ഒരു കുട്ടി വ്ളോഗ്. സോ കം അലോങ് വിത്ത് us to തൃശ്ശൂർ. സോ കുറച്ച് ദൂരം ആയപ്പോഴേ അവൻ്റെ ഡൈപ്പർ ഫുള്ളായിരുന്ന കാരണം ഞങ്ങളൊന്ന് ഡൈപ്പി ചേഞ്ച് ചെയ്തേക്കാന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് ഹൗ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഡൈപ്പർ ചേഞ്ചിങ് ചെയ്യുന്നത്. സോ അവനെ ഇപ്പം പക്ഷേ ഇച്ചിരി കൂടെ പാടായിരിക്കാന്ന്, ബിക്കോസ് ആശാൻ കിടക്കില്ല ഒരു സ്ഥലത്ത്. ഈ ചേഞ്ചിൽ അവൻ നല്ല പോലെ കിടന്നു തന്നു, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ കിടത്ത് തരുന്നേ ഇല്ല, ഐ തിങ്ക് ഫാസ്റ്റ് 1 month ആയിട്ട്. പക്ഷേ ട്രാവലിങ്ങിൽ അത് ഭയങ്കര പാടായിരിക്കാണ്. പക്ഷേ ദിസ് ഇസ് ഹൗ ഞാൻ ചേഞ്ച് ചെയ്യണത്. ഞാൻ ഫസ്റ്റ് ഡൈപ്പർ ഇട്ടിട്ട്, പിന്നെ ഇൻ ദ സെൻസ് ഫ്രഷ് ഡൈപ്പർ പകുതി ദൂരം കയറ്റി വെച്ചിട്ട് പിന്നെയാണ് അവൻ്റെ സോയിൽഡ് ഡൈപ്പർ എടുത്ത് മാറ്റുന്നത്. സോ നോർമലി അവന് ഡൈപ്പർ മാറ്റുമ്പോൾ ഞങ്ങൾ ഉരുക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കും ഓൺ ഓൾ ഹിസ് ഡൈപ്പർ ചേഞ്ച്. സോ ഇത് കഴിഞ്ഞിട്ട് അവൻ്റെ ഡ്രസ്സും കൂടെ മാറ്റാമെന്ന് വിചാരിച്ച്, നൈറ്റ് സൂട്ടിൽ നിന്ന് മാറ്റാമല്ലോ, ഒരു ഫ്രഷ് ഔട്ട്ഫിറ്റിലോട്ട് മാറാൻ വേണ്ടി അതും കൂടെ ഞാൻ ചെയ്തു കൊടുത്തു. സോ ഹീ ഈസ് റെഡി ഫോർ ദ ട്രിപ്പ്. ഞങ്ങൾ ഈ പ്രാവശ്യം MC ആണ് എടുത്തത്. അപ്പോൾ MC വഴി പോകുമ്പോൾ ചട്നി മാമി എപ്പോഴും കുറേ കണ്ടിട്ടുണ്ട്, ചട്നി മാമി നിർത്താമെന്ന് വിചാരിച്ച്. ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ് ആണ് റെസ്റ്റോറൻറ്റ് ഇറ്റ്സെൽഫ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷേ കൊച്ചു സീറ്റിങ്ങേ ഉള്ളൂ, പക്ഷേ ഇറ്റ്സ് എ ഹ്യൂജ് സ്പേസസ് വരെ കുറേ ഉണ്ട്, പക്ഷേ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അവർ. പക്ഷേ നല്ല ഭംഗിയായ റെസ്റ്റോറൻറ്റ്, നല്ല ക്ലീൻ വാഷ്റൂംസ് ഉണ്ട്. സോ ഈ വഴി പോവുകയാണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ടു സ്റ്റോപ്പ് എന്ന് ഞാൻ പേഴ്സണലി പറയും. സീറ്റിംഗ് കുറവാണ്, ദ സെൻസ് പ്രോപ്പർട്ടി ഇച്ചിരിയും കുറേ യൂട്ടിലൈസ് ചെയ്യാനുണ്ട്, പക്ഷെ അവർ ഇനി ഓപ്പൺ ചെയ്യുമായിരിക്കും. പക്ഷേ ഇവനെ ആസ് യൂഷ്വൽ ദോശ ഓർഡർ ചെയ്ത്, പിന്നെ അവന് കൊടുത്ത് പ്ലെയിൻ ദോശ, പിന്നെ എല്ലാ ചട്നിയും സാമ്പാറും വെച്ച് ഞാനും സിറ്റും കൂടെ ടേസ്റ്റ് ചെയ്ത് എന്നിട്ട് ആണ് അവന് കൊടുത്തത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവൻ ലൈക്ക് എനിക്ക് തരാതെ നിങ്ങെന്ത് തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, ബിക്കോസ് എന്തായാലും മൊത്തം ദോശ അവൻ കഴിക്കില്ല. അപ്പം ഞങ്ങൾ ഇടയ്ക്കിരുന്ന് എല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ മീൻ ഐ തിങ്ക് ദേ ഹാഡ് ദിസ് യെല്ലോ ചട്നി, അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഇൻ ജനറൽ എനിക്ക് ഇവരുടെ ഫുഡ് ഇച്ചിരി സോൾട്ടി ആയിട്ട് തോന്നി. ഞാൻ ആക്ച്വലി സിഡിൻ്റെ വീട്ടിൽ അച്ഛനമ്മ സിഡ്നിയിലും കൂടുതൽ സോൾട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്നാലും എനിക്ക് ഇച്ചിരി കൂടുതൽ സോൾട്ടി ആയിട്ട് തോന്നി ഈ പ്രാവശ്യം. എല്ലാ ചട്നീസിലും കാര്യങ്ങളിലും സിഡായിരുന്നു അപ്പം ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ സിഡിൻ്റെ ഉള്ളിക്കറി വാസ് ഓക്കെ, പക്ഷേ ചമ്മന്തി വാസ് സോൾട്ടി. സ്റ്റൂ കൊള്ളായിരുന്നു. ഞാൻ പൂരിയായിരുന്നു, പൂരിയുടെ മസാല വാസ് വെരി സോൾട്ടി ഫോർ മീ. എന്നിട്ട് പിന്നെ വട പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു.
പിന്നെ ഞങ്ങൾ ഇച്ചിരി ഫോട്ടോ സെഷനായി അവിടെ പാർക്കിങ്ങിന് അവിടെ ദേ ഹാഡ് എ റിയലി നൈസ് ഫ്ലവർ ബെഡ് ഉണ്ടായിരുന്നു ഈ പേർപ്പിൾ ഫ്ലവേഴ്സിൻ്റെ ഒപ്പം. സോ വി തോട്ട് വിൽ ക്ലിക്ക് സം പിക്ചേഴ്സ്. ഐ തിങ്ക് ആണ് മര്യാദയ്ക്ക് ഞങ്ങൾ പോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഏക ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ഹി വാസ് എ കുട്ടുമണി ആൻഡ് ട്രൈ ടു പ്രൊപ്പോസ് ഫോർ മീ. ആൻഡ് ദെൻ യെസ് ഞങ്ങൾ കാറിൽ കയറി. ആശാന് പുറത്ത് വരണമായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ എടുത്തായിരുന്നു. സോ അത് വഴിയിൽ നിർത്തി സിഡ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആശാൻ കാർ സീറ്റിൽ നിന്ന് പുറത്ത് വന്ന് ഇത് ബേബി കാരിയറാണ്. ഹി ഹാസ് ആക്ച്വലി ഔട്ട് ഗ്രോൺ ഇറ്റ്. ഞങ്ങളൊരു കാർ സീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഇനി മാറ്റണം. dropping things on the floor. Okay, let's go. And I have to take him. Okay. Wave, baby. How do you wave? Say hi. Hi. Flying kiss. Flying kiss. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ എത്തി. ഇതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സർവീസ് അപ്പാർട്ട്മെൻറ്റ്. അവിടെ തൊട്ട് താഴെ നെയ്വേദ്യം എന്ന് പറഞ്ഞൊരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ദാറ്റ് വാസ് അറൗണ്ട് 4:35. പിന്നെ ഞാനൊരു വട ഓർഡർ ചെയ്ത് അതിൻ്റെ റിയാക്ഷനാണ് നിങ്ങൾ കാണുന്നത്. Very oily. Not at all hot. Not at all crispy. The tomato chutney is good. അപ്പോൾ നമുക്ക് ഇഷ്യൂ വാസ് ഓൺലി വട. ബാക്കി എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ബാക്കി ഞങ്ങൾ ഓർഡർ ചെയ്തെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സ്പ്രിംഗ് റോൾസ് ഓൾസോ വാസ് സോ യം. ഐ ലവ് ദ സ്പ്രിംഗ് റോൾസ്. പിന്നെ ഞങ്ങളൊരു മലായി പനീർ ടിക്ക ഓർഡർ ചെയ്തു. ദാറ്റ് വാസ് വെരി ഗുഡ്, സോഫ്റ്റ് പനീർ. പിന്നെ അവന് വേണ്ടി സ്പെഷ്യലി ഒരു വാട്ടർമെലൺ ജ്യൂസ് പറഞ്ഞായിരുന്നു. പിന്നെ ഞാനും സിഡും ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ചില്ലി ഗാർലിക് ഫ്രൈഡ് റൈസ്. എൻ്റെ ഫേവററ്റ് ആയിരുന്നു ഈ ഫ്രൈഡ് റൈസ് ഓൾസോ. പക്ഷേ ഇച്ചിരി ഓയിലി ആയിരുന്നു. അത് ഞാൻ ലേറ്റർ ഇൻ ദ വീഡിയോ ഞാൻ പറയായിരുന്നു. ഓയിലി, പക്ഷേ ഫുഡ് വാസ് വെരി ഗുഡ്. അതർ ദാൻ ദാറ്റ് ഇറ്റ് വാസ് യമ്മി ഫുഡ്. സ്റ്റേയിൻ്റെ വീഡിയോസും ഫോട്ടോസൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. സോറി, മറന്നുപോയി. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരു ചെറിയ സർവീസ് അപ്പാർട്ട്മെൻറ്റ് പോലെ ഒരെണ്ണം ഓപ്റ്റ് ചെയ്യണമെങ്കിൽ തൃശ്ശൂരിൽ ഇൻ ദ സിറ്റി സെൻറ്റർ ഇറ്റ് സെൽഫ് ദിസ് ഈസ് എ വണ്ടർഫുൾ പ്രോപ്പർട്ടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിക്കോസ് ഞങ്ങളുടെ ബേസിക് അത്യാവശ്യമുള്ള എല്ലാ അമ്യൂണിറ്റീസും അവരുടെ അടുത്തുണ്ട്. ബേസിക് വാഷ്റൂം ഇത് ഉണ്ട്. പിന്നെ ഇവരുടെ അടുത്ത് ഒരു ഡിലക്സ് സിംഗിൾ ബെഡ്റൂം ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ടൈപ്പും ഉണ്ട്. അത് നമുക്ക് വേണമായിരുന്നു, പക്ഷേ ദാറ്റ് വാസ് നോട്ട് അവൈലബിൾ. സോ ഞങ്ങൾക്ക് ഉള്ള ബേസിക് ഇത് എടുത്തായിരുന്നു. ബിക്കോസ് ഒരു 1 നൈറ്റിനുള്ള ആവശ്യം ഉണ്ടായുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഞാൻ അവിടെ പറയുന്നതാണ് ഫ്രൈഡ് റൈസ് ഇച്ചിരി ഓയിലിയാണ്, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഇതില്ലാതെ ഞങ്ങൾ ബ്രൗണീസ് ആൻഡ് ഐസ്ക്രീമും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷേ ഫുഡ് ഇൻ ജനറൽ വാസ് വെരി ഗുഡ് ഹിയർ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ കസിൻസ് എല്ലാവരും കൂടെ ഇവിടെ ഞങ്ങളുടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് വന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഡിന്നറിന് പോകണം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഈ കുട്ടിപ്പട്ടാലമൊക്കെ വെച്ച് ഫൈനലി അത് നടന്നില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും ഫുഡ് ഓർഡറിനാണ് ചെയ്തത്. സോ ഇത് കസിൻസായിട്ട് എടുത്ത് ഇച്ചിരി പിക്ചേഴ്സ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്തു. വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കാൻ സമയം കിട്ടും. ബിക്കോസ് അവരൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലും കുട്ടികളെ നോക്കുന്ന ഒരു തിരക്കിലും അത് ചെയ്യാൻ നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. സോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ വിസിറ്റ്. വെരി ഹാപ്പി ദാറ്റ് വി കുഡ് മീറ്റ് ഓൾ ഓഫ് us ടുഗെദർ ആൻഡ് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്ത് കൂടാൻ പറ്റുമെന്ന് വിചാരിച്ച്. പിന്നെ നൈറ്റ് ഒരു 11:30 ആയപ്പോൾ അവർ പോയി. ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ എ സ്മോൾ ടൈം. പക്ഷേ അവരുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ എടുത്ത് പിന്നെ കൊച്ചിയിലോട്ട് വിട്ട് അവിടുന്ന് പോകുന്ന വഴി ആലപ്പുഴയിൽ ആവീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഞങ്ങൾ പിന്നെ ആവീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് സെയിന് അപ്പം ആൻഡ് മഷ്റൂം മപ്പാസ് അതായിരുന്നു സെയിന് കൊടുത്തുകൊണ്ടിരുന്നത്. അവൻ എൻജോയ് ചെയ്ത് നല്ല ഫുഡാണ്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ കുറേ മുറുക്കും സാധനങ്ങളൊക്കെ മേടിച്ച് അതും ആക്ച്വലി ഭയങ്കര നൈസാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം എല്ലാം കഴിച്ച് തീർന്നായിരുന്നു. സോ ഇറ്റ് വാസ് റിയലി ഗുഡ് മുറുക്ക്. അവിടെ പോയാൽ ദയവായി മുറുക്ക് മേടിക്കണം. ആൻഡ് ദെൻ ഈ മഷ്റൂം മപ്പാസ് വാസ് വെരി നൈസ്. അപ്പം ഓൾസോ വാസ് വെരി സോഫ്റ്റ്. അവരുടെ അടുത്ത് ഇടിയപ്പപ്പൊടി, അപ്പം പൊടി, പുട്ടുപൊടി അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ മേടിക്കുക. പിന്നെ ദേ ഹാവ് ദിയർ ഓൺ മഷ്റൂം ഫാം. അവിടെ നിന്ന് ഞങ്ങൾ മഷ്റൂംസും കൂടെ മേടിച്ചായിരുന്നു. പിന്നെ ഇവിടുന്ന് സീന് അപ്പം ഒക്കെ കൊടുത്തു. ദിസ് വാസ് അറൗണ്ട് 6:37 ആയി ഈവനിങ്. കൊടുത്തിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്തത്.
welcome back to our channel. We are on our way. Huh? 11 estimated time. We'll reach home by 12 hopefully, or a little later than 12. And this is Zain. ഒരു രണ്ടപ്പം എന്ന് പറയട്ടെ, ഇല്ല 1.5 അപ്പം കഴിച്ച്. സെൻസ് അപ്പത്തിൻ്റെ വൈറ്റ് പാട്ട് ഇവിടെ AV's എന്ന് പറഞ്ഞ് ആലപ്പുഴയിലെ ഒരു റെസ്റ്റോറൻറ്റാണ് നിർത്തിയത്. അവിടെ ഞങ്ങൾ മഷ്റൂം മപ്പാസും അപ്പവും മേടിച്ച് സെയിനും കുട്ടും കഴിച്ച്, പിന്നെ ഇച്ചിരി ഞാനും ചുറ്റും കൂടെ കഴിച്ച് മപ്പാസ്. ആൻഡ് ഇവിടുത്തെ കുറേ മുറുക്കും കാര്യങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ അത് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് റിവ്യൂ ചെയ്യാം എങ്ങനെയുണ്ട്. വെള്ളിന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും അർത്ഥം ഭയങ്കര നൈസ് ഫുഡാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഇന്ന് ഫുൾ ഡ്രൈ ട്രിപ്പ്, ഭയങ്കര ഷോർട്ടായിരുന്നു, പക്ഷേ യെസ്, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ്. Thank you so much for watching the video. Kindly subscribe, like and share. Thank you so much for the support.